ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അശ്വതി യേശുവിനെ കാണാനായിട്ട് പോവാണ്. പുള്ളിക്കാരി കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്കും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പോയി കാണാനൊന്നും പറ്റത്തില്ലായിരുന്നു. നമ്മുടെ നാസിയാണെങ്കിൽ ആക്സിഡന്റ് പറ്റി കിടക്കുകയൊക്കെ ആയിരുന്നു. അപ്പൊ കാലിനൊന്നും വയ്യാത്തത് കൊണ്ട് എങ്ങോട്ടും പോകാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഇന്നാണെങ്കിൽ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ നമുക്കൊന്ന് ഇറങ്ങാൻ, എന്തായാലും പോയിട്ട് വരാൻ, കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. അപ്പം ഇത്തിരി സീരിയസ് ആയിരുന്നു, ഇത്തിരി പ്രശ്നമായിരുന്നു, ആൾക്കാരൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു, ബോധമില്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ഇതാണ്. അപ്പൊ നമ്മൾ തോട്ടപ്പള്ളി പാലത്തിലാണ് എത്തിയിരിക്കുന്നില്ലേ. നമ്മള് എന്തായിരുന്ന സ്ഥലത്തില് ഇപ്പൊ റോഡ് പണി നടക്കുന്നുണ്ട്. ഭയങ്കര ബ്ലോക്കും പൊടിയും കാര്യങ്ങളും താമസമല്ല. അതുകൊണ്ട് ഇതാകുമ്പോ ഒറ്റ റോഡ്, നമുക്ക് ഡയറക്റ്റ് തോട്ടപ്പള്ളി കയറാം. പാലമണി നടക്കണ്ട, പാലമണി നടക്കുന്നുണ്ട്, നല്ല തിരക്കും കാര്യങ്ങളാണോ, ബ്ലോക്ക് ഉണ്ട്. അതാണ് ഞങ്ങൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങളും ആ ഭാഗത്തൊക്കെ ബ്ലോക്ക്. കാരണം വെച്ചാൽ അവിടെ കുറെ നേരം കിടക്കും. നമ്മള് വണ്ടി നീങ്ങാതെ പൊളിച്ചിട്ടേക്ക് പോവാൻ, വണ്ടി ഓടി വരാനായിട്ട് ഞങ്ങൾക്ക് നമ്മള് ഹോസ്പിറ്റലിൽ പോയി കാണാനായിരുന്നു കാണണമെന്നുള്ളൊരുന്നോ. ഇപ്പോഴും ഹോസ്പിറ്റലാണെങ്കിൽ ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആയതേ ഉള്ളവര്. നമ്മള് എണ്ണ അടിച്ച് വണ്ടി എടുത്തപ്പോഴാണ് നമ്മള് വിളിക്കുന്നവര്. ഇറങ്ങി കഴിഞ്ഞ് വിളിച്ചപ്പോഴാ പറയുന്നത് ഹോസ്പിറ്റലിൽ വീട്ടിലോട്ട് വന്നോന്ന് പറയുന്നത്. വാർഡൊക്കെ എവിടെ അറിയാൻ വേണ്ടിയായിരുന്നു നമ്മള് വിളിച്ചത്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നു എന്ന് അവര് പറഞ്ഞത്. എന്നാലും നമ്മളൊന്ന് പോയി കാണണം, അതുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് അത്രയും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയും സീരിയസ് ആയിട്ട് നമുക്ക് പോയി കണ്ടില്ലെങ്കിൽ അതിന് ഒരു പ്രശ്നമില്ല, അതിന് നാണക്കേടില്ല. നമ്മുടെ വാപ്പക്ക് ഡയാലിസിസ് കുറെ കാര്യങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ആയാലും ഡോക്ടേഴ്സിന്റെ ആയാലും പലതും വിളിച്ചു ചോദിക്കുന്നത് ഒരു അത്യാവശ്യത്തിന് അവരെടുത്തായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായാലും നമ്മളൊന്ന് പോയി കാണുന്നു. പൊടി കണ്ടില്ലേ, റോഡ് പണിയുടെ ഇത് കണ്ടില്ലേ, റോഡ് പണിയാന്ന് പറഞ്ഞിട്ട് വെള്ളം പോലും ഒഴിക്കത്തില്ല. ബൈക്കിലെങ്ങാണോ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് എനിക്കൊന്നാതെ ആസ്മയുടെ കൂടി അസുഖമുള്ളതുകൊണ്ട് തീർന്നേനെ. മാസ്കും വെക്കാൻ പറ്റത്തില്ല, പൊടി കഴിക്കാൻ പാടില്ല എന്നുള്ളൊരവസ്ഥ ഇപ്പം. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, നമ്മളുടെ അശ്വതി അച്ചുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ദാ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം നീ എത്ര ദിവസം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലില്? 6 ദിവസം. നീണ്ട 6 ദിവസത്തിന് ശേഷം നമ്മൾ അശ്വതി അച്ചു ഇവിടെ വന്നിരിക്കുക. എന്തുകൊണ്ട് വിശേഷം? ഇന്റർവ്യൂ ഇല്ല, കട്ട് ചെയ്യുന്നില്ല. നമ്മള് ഇന്റർവ്യൂ ചെയ്യാനൊന്നും വന്നതല്ല, ജസ്റ്റ് കാണാനായിട്ട് വന്നപ്പോ എടുത്തേ. എങ്ങനെയുണ്ട്? ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, അവൻ എന്റെ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ അശ്വതി ബിനോയ് ലിപ്സ്റ്റിക്ക് പൊട്ടിട്ടിട്ടുണ്ട്. ഓർമ്മയൊന്നുമില്ലായിരുന്നു കേട്ടോ, ഓർമ്മയൊന്നുമില്ലാതെ തീരെ വയ്യാണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു കുറെ ദിവസത്തേക്ക്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെയാണ് ഈ നെഗറ്റീവ് ഇടുന്ന സമയത്ത് ആലോചിക്കണം. എന്നുവെച്ചാല് ഇതുപോലെ ബുദ്ധിമുട്ടുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചെന്ന് ഈ കളിയാക്കിയും കുറ്റപ്പെടുത്തി ചെയ്യുന്നത്. അപ്പൊ അതിന് മാത്രം എന്ത് വിഷമം വരുന്നു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം. ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവുന്നത്. എന്താ മിണ്ടാത്ത? അങ്ങനെ ഞങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട അശ്വതി അച്ഛനെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. നാസി വണ്ടി എടുക്കാനായിട്ട് പോയേക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ ജീവിതമൊക്കെ? ഉറക്കെ പറ, കേൾക്കുന്നില്ല. അടിപൊളിയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ഓർമ്മയില്ലാതെ ഇത്രയും ദിവസം ഞാൻ ഫോണിൽ വിളിച്ച സമയത്ത് എന്നെ ഓർമ്മയില്ലായിരുന്നു. ആരെ മോനെ സംസാരിക്കുന്നതൊക്കെ എന്നോട് തന്നെ ചോദിച്ചത്. സത്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ, ഒത്തിരി നല്ലോണം ബുദ്ധിമുട്ടി. അപ്പം നമ്മൾ പറയുന്നത് വേറൊന്നുമല്ല, ഇപ്പോഴും ഓർമ്മ ഇനി കിട്ടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വരുന്നതേ ഉള്ളു, എല്ലാം ഓർത്ത് വരുന്നതേ ഉള്ളു. നടക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോയിലൊക്കെ നമ്മൾ കമൻറ്റ് കാണുന്നുണ്ട് ഓരോരുത്തർ പറയുന്ന റോങ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും വന്ന് ഇവളെ കാണണം. കണ്ടതിന് ശേഷം വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള ഒരു കമൻറ്റോ കാര്യങ്ങളൊക്കെ പറയാൻ. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. നമ്മളിവിടെ നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത്. പിന്നെ ഇത്രയും ദിവസമൊക്കെ ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കില്ല എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും കഴിയുന്ന രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം നമ്മളെപ്പോലുള്ളവരെ ഹെൽപ്പ് ചെയ്താലേ ഇതുപോലുള്ള പിടിച്ചു നിൽക്കാനൊക്കെ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം ജോലിക്ക് പോകാനൊന്നും പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേ അത് വരുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങളാൽ കഴിയുന്നൊരു ചെറിയ സഹായം ഒന്ന് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ പറ്റുന്നവർ എന്താ പറയുന്നത്, സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, മോശം പറയാതിരിക്കുക, അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഹെൽപ്പ് ചെയ്യുക, പ്രാർത്ഥിക്കുക. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കെന്ത് പറയാനാ, എല്ലാം മടുത്തിരിക്കുക. ഒന്നാമത് വയ്യ,
ഡെയിലി ഹോസ്പിറ്റലിൽ പോകണം. ഇഞ്ചക്ഷനെ നിർത്താൻ പറ്റത്തില്ലല്ലോ. ഇഞ്ചക്ഷനുണ്ട്. ഇനി 4 ദിവസത്തേക്കുള്ള ഇഞ്ചക്ഷനുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന്. എല്ലാവരും മറന്നു പോകാന്ന് പറയുമ്പോൾ ശരിയാ, ഓർമ്മയില്ലാതൊക്കെ കിടക്കാന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇവരനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവരുടെ കൂടെ നിൽക്കുന്നവർക്കാണ് കൂടുതൽ ആ ഒരു ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാകുന്നത്. ഇപ്പം അച്ഛനെ അമ്മയൊക്കെ തിരിച്ചറിയാൻ പറ്റാതാകുമ്പോൾ അവരുടെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഡയാലിസിസിലാണേലും അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, എടീ നീ എന്തുവാണി എന്നെ പറഞ്ഞത്? ഞാൻ പറയും എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്തല്ലേ ഇതൊക്കെ പറയണത്. ഡോക്ടർമാർ വരെ ചോദിക്കുന്നുണ്ട് എന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ. നമ്മളതൊന്നും ഓട്ടെ, ആ സമയത്തേ അല്ലേ, അതൊന്നും ആലോചിച്ച് ടെൻഷനാണ്ട. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്നൊരു ചെറിയ സഹായം അശ്വതേച്ചൊന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുക എല്ലാവരും. അതുപോലെ തന്നെ ആരെയും നമ്മൾ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അവരെ വേദനിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളാണെങ്കിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. നാസിലാൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. അമ്മ അകത്തോട്ട് പോയേക്കാണ്. നാസി ഇവിടെ വണ്ടി വന്ന് ഇട്ടിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ നമ്മളാണെങ്കിൽ അശ്വതി അച്ഛനെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക വണ്ടിക്കകത്താണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കണ്ടപ്പോഴത്തേക്ക്. ഞങ്ങൾ അറിഞ്ഞായിരുന്നു ബുദ്ധിമുട്ടാണെന്നുള്ളത്. പിന്നെ എൻ്റെയൊക്കെ ബുദ്ധിമുട്ട് പിന്നെ നാസി ആക്സിഡന്റ് പറ്റി കിടക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പോയി കാണാനും ഹോസ്പിറ്റലിൽ വരണമെന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഹോസ്പിറ്റലിൽ വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. വണ്ടി ഓടിക്കാനും പറ്റത്തില്ല, യാത്ര ചെയ്യാനൊന്നും പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു അങ്ങനെ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തേത് ഹോസ്പിറ്റലിൽ പോയി കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങി വണ്ടാനത്തോട് വരുമ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലായിരുന്നു. അന്നേരം അവിടെ ഒരാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവൻ, ആർക്കും ഒരാൾക്ക് അവരുടെ പാസിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ കയറിയാലും അവൻ കയറിയാലും ഒരാള് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ അവൻ കയറുവാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ആക്സിഡന്റും കൂടെ ആയിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായാന്നറിയാം. ആ വെച്ച് താമസിപ്പിച്ച നമ്മള്. എന്തായാലും പറഞ്ഞില്ലേ, കഴിയുന്നവർ ഹെൽപ്പ് ചെയ്യുക. കാരണം അത്രയും ബുദ്ധിമുട്ടില്ല. നിങ്ങളാരും പറയുന്ന കണക്കല്ല. വീഡിയോയിലൊക്കെ ആണെങ്കിൽ ഈ റോങ് ആയിട്ട് കമന്റ് ഇടുന്നത് പോലെയോ അങ്ങനെ ആക്ഷേപിക്കുന്ന പോലെയൊന്നും അല്ല. നേരിട്ടുള്ള ഒരു അനുഭവങ്ങൾ അത് വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർ പുറത്ത് നിൽക്കുന്നവർ പറയുന്ന കേട്ടിട്ട് അറിയാത്തവരൊന്നും തന്നെ പറയാതിരിക്കുക. കാരണം അത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിയുന്നവർ ഹെൽപ്പ് ചെയ്യുക. കഴിയാത്തവരാണെങ്കിൽ ഒന്നും വേണ്ട, ഹെൽപ്പും ചെയ്യേണ്ട, കുറ്റവും പറയേണ്ട, ഒന്നും ചെയ്യേണ്ട, മാറി നിൽക്കുക. അത്രേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം ഒന്നും നമുക്കൊപ്പം വേണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും